ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുറപ്പാട് പുസ്തകത്തിലെ ആത്മീയ പാഠങ്ങളാണ് ഈ ക്വാർട്ടറിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുന്നത്. ഇന്ന് നമ്മൾ 4-ാമത്തെ പാഠഭാഗത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ബാധകൾ എന്ന തലക്കെട്ടോടുകൂടിയാണ് ഈ പാഠം തുടങ്ങുന്നത്. മറുപാട് വാക്യം പുറപ്പാട് പുസ്തകം 9-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യമാണ്. യഹോവ മോശെ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു, ഫറവോൻ ഇസ്രായേൽ മക്കളെ വിട്ടയച്ചതുമില്ല. ഒരു കർഷകൻ തൻ്റെ കഴുതയെ അനക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. വളരെയധികം ശ്രമിച്ചിട്ടും ആ കഴുത അനങ്ങുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ചെയ്തത് ഒരു വടിയെടുത്ത് അതിനെ നന്നായിട്ട് അടിച്ചു. അതിനുശേഷം ആ കഴുതയോട് മൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അനങ്ങുവാനായിട്ട് പറഞ്ഞു. അപ്പോൾ അത് കേട്ടു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കർഷകൻ ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്? അപ്പോൾ ആ കർഷകൻ മറുപടി പറഞ്ഞു, ആദ്യം നിങ്ങൾ അതിൻ്റെ ശ്രദ്ധയെ പിടിച്ചു പറ്റണം, രണ്ടാമത് അതിനോട് നിർദ്ദേശിക്കണം. ഫറവോനോട് മോശ നിർദ്ദേശിച്ച ഒരു കാര്യം ഇതാണ്, സലക് എറ്റ് ആമി, എൻ്റെ ജനത്തെ വിട്ടയക്കും എന്ന പ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ മോശ മുഖാന്തരം ദൈവം ഫറവോനോട് പോയി പറഞ്ഞു. എന്തുകൊണ്ടാണ് ഫറവോൻ ഈ ജനത്തെ വിട്ടയക്കാൻ വിസമ്മതിച്ചത്? ഒരുപക്ഷെ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ വലിയൊരു ജനസമൂഹം മിസ്രൈം ദേശത്തുണ്ടായിരുന്നു. അവർ ഊഴിയ വേല ചെയ്യിക്കുവാനായിട്ടാണ് ഫറവോൻ പിടിച്ചു വച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യോസെഫ് എന്ന് പറയുന്ന ഈജിപ്തിലെ പ്രധാനമന്ത്രിയായിരുന്ന യോസെഫിനെ അറിയാത്ത മറ്റൊരു രാജാവ് മിസ്രൈമിൽ ഉണ്ടായി എന്നാണ് പുറപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫറവോന് അല്ലെങ്കിൽ ഈ ഒരു ജനത്തെക്കുറിച്ച് അറിയാത്ത പുതിയൊരു തലമുറ അല്ലെങ്കിൽ ഒരു പുതിയ രാജാക്കന്മാർ വന്നതിന് ശേഷം അവർ ഇസ്രായേൽ മക്കളെ വളരെയധികം അടിമ ജീവിതത്തിൽ കഷ്ടപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ മോശ മുഖാന്തരം ദൈവം വിട്ടയക്കുവാനായിട്ട് മോശയെ പറഞ്ഞയക്കുകയും എന്നാൽ ഫറവോൻ വിസമ്മതിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. തുടർന്നുള്ള ഭാഗങ്ങളിൽ മിസ്രൈം ദേശത്തിലേക്ക് വന്ന് ഭവിച്ച 10 ബാധകളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് നമുക്ക് തുടർന്ന് പഠിക്കാം. ദൈവവും ദൈവങ്ങളും. ദൈവത്തിൻ്റെ തുറന്ന യുദ്ധം ഈജിപ്തുകാരോടോ അല്ലെങ്കിൽ ഈജിപ്തിലെ ജനതയോടോ അല്ലായിരുന്നു, ഈജിപ്തിലെ ദൈവങ്ങളോടായിരുന്നു. പ്രത്യേകിച്ച് ഫറവോൻ പോലും താനൊരു ദൈവമായിട്ടായിരുന്നു ജനത്തിനോട് പരിചയപ്പെടുത്തിയിരുന്നത്. ഏകദേശം 1500ഓളം ദേവതമാരും ദേവന്മാരും ഈജിപ്തിൽ ഉണ്ടായിരുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ മുമ്പേ കണ്ടതുപോലെ ഓരോരുത്തർക്കും പേരുകളുണ്ടായിരുന്നു, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വിവരണങ്ങളുണ്ടായിരുന്നു, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈജിപ്തിലേക്ക് ദൈവം 10 ബാധകളെ അയച്ചപ്പോൾ ആ ബാധകളെല്ലാം തന്നെ അവിടുത്തെ ദൈവന്മാരുടെ ശക്തിയെ തുച്ഛീകരിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവമാണ് ഏകസത്യ ദൈവം എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. 2 തിരുവചന ഭാഗങ്ങൾ ഇതിനെ സ്ഥിരീകരിക്കുന്നു. പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം, മിസ്രൈമിലെ സകല ദൈവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും, ഞാൻ യഹോവയാകുന്നു. അപ്പോൾ മിസ്രൈമിലുള്ള സകല ദേവന്മാരിലും ന്യായവിധി നടത്തുവാൻ വേണ്ടിയാണ് ദൈവം 10 ബാധകളെ അവിടെ അയക്കുന്നത്. അതുപോലെ സംഖ്യാപുസ്തകം 33-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം അങ്ങനെ എഴുതിയിരിക്കുന്നു, അവരുടെ ദേവന്മാരുടെ മേലും യഹോവ ന്യായവിധി നടത്തിയിരിക്കുന്നു എന്ന് അവിടെ കാണുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവം മോശ മുഖാന്തരം ഈജിപ്തിൽ പ്രവർത്തിച്ച ഒരു വലിയ മിറാക്കിൾ അല്ലെങ്കിൽ അത്ഭുതം അഹ്റോൻ്റെ വടിയെ പാമ്പാക്കി മാറ്റുന്ന അത്ഭുതമാണ്. പുറപ്പാട് പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ അത് വിവരിച്ചിരിക്കുന്നു. ഈജിപ്തിലെ ഒരു പ്രധാനപ്പെട്ട ദേവനായിരുന്നു, ദേവതയും ദേവനുമായിരുന്നു ഈ പാമ്പ് കൊണ്ടുള്ള ദേവന്മാർ. പ്രത്യേകിച്ച് വാജറ്റ് എന്ന് പറയുന്ന ദേവതയെ അവർ ഒരു കോബ്രയുടെ അല്ലെങ്കിൽ ഒരു സർപ്പത്തിൻ്റെ മുഖമുള്ള ദേവതയെ അവർ വളരെ പ്രധാനപ്പെട്ട ഒരു ദേവതയായിട്ട് കണക്കാക്കിയിരുന്നു. നമുക്കൊരു പക്ഷേ കണ്ടാലറിയാം, ഈജിപ്ഷ്യൻ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ഫറവോമാരുടെ കിരീടത്തിൽ അതിൻ്റെ ഒത്ത നടുക്കായിട്ട് ഒരു മൂർഖൻ പാമ്പുണ്ട്. ആ പാമ്പ് ഈ ഒരു ദേവതയാണ് പ്രതിനിധീകരിക്കുന്നത്. പ്രത്യേകിച്ച് രാജാവിൻ്റെ ശത്രുക്കളെയെല്ലാം വിഷം തുപ്പി കൊല്ലുന്ന ഒരു ദേവതയായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, രാജാവിൻ്റെ അടുത്ത ഒരു മരണത്തിന് ശേഷമുള്ള അടുത്ത ജീവിതത്തിലേക്കും ഈ ദേവത വഴിതെളിക്കുന്നു എന്ന് കണ്ടിട്ടാണ് അവരുടെ രാജാവിൻ്റെ കിരീടത്തിൽ തന്നെ ഈ ദേവതയുടെ രൂപം കൊത്തിവെച്ചിരിക്കുന്നത്. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ
നെഹേബ് കാവു എന്ന് പറയുന്ന മറ്റൊരു പാമ്പിൻ്റെ ദേവനെ അവിടെ കാണുന്നു. 7 കോബ്രകളെ, 7 മൂർഖൻ പാമ്പുകളെ വിഴുങ്ങിയിട്ടുള്ള ഒരു ദേവനെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ദേവതയ്ക്കും അല്ലെങ്കിൽ ദേവനും എതിരായിട്ടുള്ള ഒരു മിറാക്കിളാണ് അവിടെ പെർഫോം ചെയ്തത്. പ്രത്യേകിച്ച് മോശ അഹരോൻ്റെ വടി അവിടെ താഴെ ഇട്ടപ്പോൾ നമുക്കറിയാം, നിലത്ത് വടി ഇട്ടപ്പോൾ അത് പാമ്പായിട്ട് മാറി. എന്നാൽ ഇതേ അത്ഭുതം തന്നെ മറ്റുള്ള മന്ത്രവാദികളും ഈജിപ്തിലുണ്ടായിരുന്ന ശകുനവാദികളും ചെയ്തപ്പോൾ ഈ അഹ്റോൻ്റെ വടി മറ്റുള്ള സർപ്പങ്ങളെല്ലാം തിന്നു തീർത്തു, അവരെ വിഴുങ്ങിക്കളഞ്ഞുവെന്ന് പുറപ്പാട് പുസ്തകം 7-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം പറയുന്നു. നമുക്ക് വായിക്കാം. അവർ ഓരോരുത്തരും താൻ തൻ്റെ വടി നിലത്തിട്ട് അവയും സർപ്പങ്ങളായി തീർന്നു, എന്നാൽ അഹ്റോൻ്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് കാണുവാൻ സാധിക്കുന്നു. ദൈവം പ്രവർത്തിച്ച ഓരോ അത്ഭുതങ്ങളും അവരുടെ ദേവന്മാരുടെ മുമ്പാകെ അല്ലെങ്കിൽ അവരെ തുച്ഛീകരിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവമാണ് ഏക സത്യ ദൈവമെന്നും ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടാവും രക്ഷകർത്താവും അതുപോലെ തന്നെ സകലത്തിനും അധികാരിയുമായിരിക്കുന്ന ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോ ബാധയും അവരുടെ മേൽ വന്നു. തിങ്കളാഴ്ചത്തെ പാഠഭാഗം, ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കിയത് ആര്? നമ്മൾ 10 ബാധകളെ പരിശോധിക്കുമ്പോൾ ഓരോ ബാധകളിലും ഫറവോൻ തൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ 6-ാമത്തെ ബാധ മുതൽ ദൈവമാണ് ഫറവോൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്നും തർക്ക വിഷയമാണ്, ഫറവോൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയത് ആരാണ്? അത് ദൈവമാണോ ഫറവോൻ തന്നെയാണോ എന്നുള്ള ചോദ്യം. മോശയോട് ദൈവം ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, പുറപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ ഫറവോനോട് ചെന്ന് സംസാരിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തെ ഞാൻ കഠിനപ്പെടുത്തുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വായിക്കാം. യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ മിസ്രയീമിൽ ചെന്നെത്തുമ്പോൾ ഞാൻ നിന്നെ ഫലമേൽപ്പിച്ചിട്ടുള്ള അത്ഭുതങ്ങളൊക്കെയും ഫറവോൻ്റെ മുമ്പാകെ ചെയ്യുവാൻ ഓർത്തുകൊള്ളുക. എന്നാൽ അവൻ ജനത്തെ വിട്ടയക്കാതിരിപ്പാൻ ഞാൻ അവൻ്റെ ഹൃദയം കഠിനമാക്കും. അപ്പോൾ 5 ബാധകൾ വരെ ഫറവോൻ തൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 6-ാമത്തെ ബാധയായപ്പോൾ 9-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ യഹോവ മോശയോട് അരുളി ചെയ്തതുപോലെ അവൻ ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കി, അവൻ അവരെ ശ്രദ്ധിച്ചുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് 2 രീതിയിൽ അല്ലെങ്കിൽ 2 ആംഗിളിൽ ഇതിൽ കൊടുത്തിരിക്കുന്നത്? ഒരു ഭാഗത്ത് ദൈവം ഫറവോൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി എന്ന് പറഞ്ഞിരിക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഫറവോൻ തന്നെയാണ് തൻ്റെ ഹൃദയം കഠിനപ്പെടുത്തിയതിന് കാരണമായത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിലേതാണ് ശരി? ഇത് രണ്ടും ശരിയാണ്. കാരണം ഇതാണ്, ദൈവം കൊടുത്തത് ഫ്രീഡം ഓഫ് ചോയ്സ് ആണ്, തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവം തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. നമ്മുടെ ആദിമ മാതാപിതാക്കളോട് ദൈവം ഒരിക്കലും അല്ലെങ്കിൽ ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചില്ല. അതിനു പകരം അവർക്ക് ഒരു തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം ദൈവം അവിടെ കൊടുക്കുന്നുണ്ടായി. അതിനു മുമ്പ് നമ്മൾ കഥ പഠിക്കുമ്പോൾ ലൂസിഫറിൻ്റെ ദൈവം തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഇവിടെ 2 ഇടത്തും നമ്മൾ കാണുന്ന കാര്യം, നിർഭാഗ്യവശാൽ ഇവർ തിരഞ്ഞെടുത്തത് തിന്മയായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഫറവോനും ഓരോ ബാധയും വഹിക്കുമ്പോഴും ദൈവം അവന് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. അവൻ നന്മ തിരഞ്ഞെടുക്കുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചു. എന്നാൽ ഓരോ തവണയും അവൻ തിന്മ മാത്രമായിട്ട് തിരഞ്ഞെടുത്തു കൊണ്ടിരുന്നപ്പോൾ ദൈവം അവൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ദൈവം തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിരിക്കുന്നു. ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെന്ന് നമ്മുടെ ഉള്ളിലാണ് നമ്മൾ തീരുമാനമെടുക്കേണ്ടത്. തിന്മ തിരഞ്ഞെടുത്താൽ നമ്മൾ നാശത്തിലേക്ക് പോകും, നന്മ തിരഞ്ഞെടുത്താൽ നമുക്ക് നിത്യജീവൻ ലഭിക്കും. ആവർത്തന പുസ്തകത്തിൽ മോശ മുഖാന്തരം ദൈവം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 30-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം, ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിനെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ജീവനും മരണവും അനുഗ്രഹവും ശാപവും നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നു. ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കുവാനായിട്ട് മുൻപോട്ട് വരുന്നത്? ജീവനെയാണോ അതോ ശാപത്തെയാണോ? നമ്മുടെ ചോയ്സ് നമ്മുടെ മുമ്പിലിരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. യഥാവിധം അല്ലെങ്കിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമ്മുടെ ഹൃദയത്തെ ദൈവം ശക്തിപ്പെടുത്തട്ടെ. ചൊവ്വാഴ്ചത്തെ പാഠഭാഗം, ആദ്യത്തെ 3 ബാധകൾ. ഫറവോനുമായിട്ടുള്ള സംഭാഷണം അത് ബുദ്ധിമുട്ടുള്ളൊരു സംഭാഷണമായിരിക്കുമെന്ന് ദൈവം മുന്നേ കൊണ്ടേ മോശയോട് അറിയിച്ചു. ഒരിക്കലും ഫറവോൻ ഇസ്രായേൽ മക്കളെ വളരെ വേഗത്തിൽ വിട്ടയക്കുവാനായിട്ട് സാധ്യതയില്ല എന്ന മുന്നറിയിപ്പുകൾ മോശയ്ക്ക് നൽകി.
ഒരു വേള ഇങ്ങനെ വായിക്കുന്നു, പുറപ്പാട് പുസ്തകം 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം, ഫറവോൻ്റെ ഹൃദയമോ യഹോവ അരുളി ചെയ്തതുപോലെ കഠിനപ്പെട്ടു, അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. അപ്പോൾ ദൈവം പറഞ്ഞതുപോലെ തന്നെ ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരുന്നു. അവൻ ഇസ്രായേൽ മക്കളെ വിട്ടയക്കുവാനായിട്ട് വിമുഖത കാണിച്ചു. അതുകൊണ്ട് തന്നെ ഓരോ ബാധയും അവൻ്റെ ദേശത്ത് വന്ന് ഭവിച്ചു. ആദ്യത്തെ ബാധ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നൈൽ നദി രക്തമയമായിട്ട് മാറിയതാണ്. നൈലായിരുന്നു ഈജിപ്തിൻ്റെ ഒരു അനുഗ്രഹം. നമുക്കറിയാം, നൈൽ നദി ഈജിപ്തിൻ്റെ ഓരങ്ങളിൽ ഉള്ളത് കൊണ്ടാണ് അവിടുത്തെ മണ്ണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളൊരു മണ്ണായിരുന്നു. അനേകം ഒരു കൾട്ടിവേഷൻ നന്നായിട്ട് വന്നു. അവിടെ ഒത്തിരി സമൃദ്ധിയായിട്ട് അവിടെ പ്രകൃതി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വിഭവങ്ങൾ ഒത്തിരി അവർക്ക് കൃഷി ചെയ്തെടുക്കുവാനായിട്ട് സാധിച്ചു എന്ന് നമ്മൾ കാണുന്നു. എന്നാൽ പ്രാചീന കാലം മുതൽ മനുഷ്യരുടെ ഒരു സ്വഭാവമാണ് പ്രകൃതി ശക്തികളെ ദേവന്മാരാക്കി മാറ്റുക എന്നത്. അതുകൊണ്ട് തന്നെ ഈ നൈൽ നദിയെ ഒരു ദേവനായിട്ട് അവർ ചിത്രീകരിച്ചു, ഹാപ്പി എന്ന് പറയുന്ന ഒരു ദേവനായിട്ട് ചിത്രീകരിച്ചു, ആരാധിക്കുവാനായിട്ട് തുടങ്ങി. മറ്റൊരു കാര്യം, ഈ നൈൽ നദിയായിരുന്നു അവരുടെ ജീവൻ്റെ ഒരു സ്രോതസ് എന്ന് പറയുവാനായിട്ട് സാധിക്കും. അവർക്ക് വേണ്ടതായിട്ടുള്ള ആഹാരങ്ങളും അവരിൽ നിന്ന് കഴിച്ച കന്നുകാലികളും എല്ലാം ഈ നൈൽ നദിയിൽ നിന്നാണ് വന്നത് എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവർ നൈൽ നദി ആരാധിച്ചു, ഹാപ്പി എന്ന് പറയുന്ന ദേവനായിട്ട് ആരാധിച്ചു. ആദ്യത്തെ ബാധ വന്നു ഭവിച്ചത് നൈൽ നദിയിലാണ്. നൈൽ നദിയുടെ വെള്ളം രക്തമായിട്ട് മാറി. എന്തുകൊണ്ടാണ് വെള്ളം രക്തമായിട്ട് മാറിയെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, വെള്ളം ജീവൻ്റെ അടയാളമാണെങ്കിൽ രക്തം വീണ്ടും ഒരു മരണത്തിൻ്റെ അടയാളമായിട്ട് മാറുന്നു. ജീവൻ മാറി മരണത്തോടായിട്ട് മാറുന്നു. ഒരുപക്ഷെ നൈൽ നദിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ചത്ത് പൊങ്ങിയേക്കാം. കാരണം അവിടെ വെള്ളം മാറി രക്തമായിട്ട് മാറിത്തീർന്നു. പുറപ്പാട് പുസ്തകം 7-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, മോശെ അഹരോനും യഹോവ കൽപ്പിച്ച പോലെ ചെയ്തു. അവൻ ഫറവോൻ്റെ അവൻ്റെ ഭൃത്യന്മാരുടെ മുമ്പാകെ വടി ഓങ്ങി നദിയിലുള്ള വെള്ളത്തിൽ അടിച്ചു. നദിയിലുള്ള വെള്ളമൊക്കെയും രക്തമയമായി തീർന്നു. രണ്ടാമത്തെ ബാധ അത് തവളയായിരുന്നു. ഹിഗറ്റ് എന്ന് പറയുന്ന ഒരു ദേവതയായിരുന്നു തവളയുടെ ദേവത. പ്രത്യേകിച്ച് ഈജിപ്ഷ്യൻ കൾച്ചർ അനുസരിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തവളയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ എപ്പോഴാണ് തവള അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കി തുടങ്ങുന്നത്, അതൊരു അടയാളമായിട്ട് അവർ കണക്കാക്കി. തവള കൂട്ടത്തോടെ ശബ്ദമുണ്ടാക്കി തുടങ്ങുമ്പോൾ നൈൽ നദി ഫ്ലഡ് ചെയ്യാനായിട്ട് തുടങ്ങും. നൈൽ നദി നിറഞ്ഞ് പൊങ്ങുവാനായിട്ട് തുടങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതിനുശേഷം അവിടെ വലിയ വിളവെടുപ്പ് ഉണ്ടായതായിട്ട് അല്ലെങ്കിൽ ഉള്ളതായിട്ട് അവർ കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ തവളയെ ആരാധിക്കുവാനായിട്ട് തുടങ്ങി. രണ്ടാമത്തെ ബാധ നമ്മൾ കണക്കാക്കുമ്പോൾ പുറപ്പാട് 8-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം, അങ്ങനെ അഹരോൻ മിസ്രൈമിലെ വെള്ളങ്ങളിന്മേൽ കൈ നീട്ടി തവള കയറി മിസ്രൈം ദേശത്തെ മൂടി. അവർ ആരാധിച്ചിരുന്ന അവരുടെ ദേവത അവർക്ക് ശല്യമായി മാറി എന്നാണ് കാണാൻ സാധിക്കുന്നത്. വെള്ളത്തിൽ നിന്ന് തവളകൾ പൊങ്ങി ആ ദേശം മുഴുവനും തവളകളെ കൊണ്ട് വ്യാപിച്ചു. അവർക്ക് അസഹ്യമായിട്ട് മാറിയതായിട്ട് നമ്മൾ കാണുന്നു. മൂന്നാമത്തെ ബാധ അയക്കുന്നത് നിലത്താണ്. നമ്മൾ 16-ാമത്തെ വാക്യം, അപ്പോൾ യഹോവ മോശയോട് നിന്റെ വടി നീട്ടി നിലത്തിലെ പൊടിയെ അടിക്കുക എന്ന് അഹരോനോട് പറഞ്ഞു. അത് മിസ്രൈം ദേശത്ത് എല്ലായിടത്തും പേനായി തീരുമെന്ന് കൽപ്പിച്ചു. അപ്പോൾ പേൻ എന്ന മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നുവെങ്കിലും അത് എന്ത് തരം പ്രാണിയാണെന്നുള്ളതിന് ഇപ്പോഴും കൺഫ്യൂഷനുണ്ട്. നിലത്തേക്ക് വടി നീട്ടി നിലത്തേക്ക് പൊടിയെ അടിച്ചപ്പോൾ അവയിൽ നിന്ന് പേന് ആയിത്തീർന്നു, അവയിൽ നിന്ന് പൊങ്ങി. ഗേബ് എന്ന് പറയുന്ന ലാൻഡിൻ്റെ അല്ലെങ്കിൽ നിലത്തെ ദേവൻ, ഈജിപ്ഷ്യൻ ദേവന് എതിരായിട്ടുള്ള ബാധയാണ് മൂന്നാമത്തെ ബാധ എന്ന് കാണുവാൻ സാധിക്കും. ഈ മൂന്നാമത്തെ ബാധ വന്നപ്പോൾ അവിടുത്തെ മന്ത്രവാദികളും ശകുനവാദികളും അവിടുത്തെ പുരോഹിതന്മാരും ഇങ്ങനെ പറഞ്ഞു. പുറപ്പാട് ദിവസം 8-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം, ഇത് ദൈവത്തിൻ്റെ വിരലാകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ അരുളി ചെയ്തിരുന്ന പോലെ ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു, അവൻ അവരെ ശ്രദ്ധിച്ചുമില്ല. അപ്പോൾ ഈജിപ്തിലെ പുരോഹിതന്മാർക്കും മന്ത്രവാദികൾക്കും മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ വിരലാണെന്ന് മനസ്സിലായി. നമുക്ക് തുടർന്ന് പഠിക്കാം. ബുധനാഴ്ചത്തെ പാഠഭാഗം ഈച്ചകൾ, കന്നുകാലികൾ, പരുക്കൾ. ഈജിപ്തിൽ തുരുതുരാ ബാധകൾ വന്നുകൊണ്ടിരുന്നു. ഓരോ പ്രാവശ്യം ബാധകൾ വരുമ്പോഴും ഫറവോൻ അനുതപിക്കുന്നതിന് പകരം അവൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. ഈജിപ്തിലെ ഒരു ഈച്ച ദേവതയായിരുന്നു ഉവാച്ചിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കന്നുകാലികളെയും അല്ലെങ്കിൽ തവളയും നൈൽ നദിയും മാത്രമല്ല പ്രാണികളെയും അവർ ദൈവമായിട്ട് കണക്കാക്കി എന്ന് കാണാൻ സാധിക്കുന്നു. ഈച്ച ദേവതയായിട്ടുള്ള ഉവാച്ചിറ്റ് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ കെപ്രി എന്ന് പറയുന്ന ഒരു വണ്ടിൻ്റെ തലയോടുകൂടിയ ദേവത ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇതിനെല്ലാം അവർ ആരാധിച്ചിരുന്നു. അതുകൊണ്ട് അടുത്ത ബാധ ഇങ്ങനെയാണ് വന്നത്.
അത് ഈച്ചകളായിട്ട് വന്നു. ഈജിപ്തിലെ ഈച്ചകളെ കൊണ്ട് നിറഞ്ഞു, ജനങ്ങൾക്ക് അസഹ്യമായിട്ട് മാറി. എന്നാൽ ഈ അവസരത്തിലെല്ലാം തന്നെ ഇസ്രായേൽ ജനങ്ങളും അവർ താമസിച്ചിരുന്ന ഇടങ്ങളിലൊന്നും ഈ ബാധകളൊന്നും തന്നെ ബാധിച്ചില്ല എന്നത് വളരെ അത്ഭുതകരമാണ്. ദൈവം അത്ഭുതകരമായിട്ട് അവരെ സംരക്ഷിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. പുറപ്പാട് ദിവസം 8-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഭൂമിയിൽ ഞാൻ തന്നെ യഹോവ എന്ന് നീ അറിയേണ്ടതിന് എൻ്റെ ജനം പാർക്കുന്ന ഗോശേൻ ദേശത്തെ അന്ന് ഞാൻ നായീച്ച വരാതെ വേർതിരിക്കും. അപ്പോൾ നായീച്ച വന്ന് അല്ലെങ്കിൽ ഈച്ചകൾ വന്ന് ഇസ്രായേൽ ദേശം മൊത്തം മിസ്രൈമിലെല്ലാം നിറഞ്ഞപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ താമസിച്ചിരുന്ന ഗോശേൻ മാത്രം അതിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു. യഹോവയാണ് സത്യദൈവമെന്ന് എല്ലാവരും അറിയത്തക്ക രീതിയിൽ ദൈവം അവരെ സംരക്ഷിച്ചു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ സമയത്ത് ഫറവോൻ തൻ്റെ നിലപാടുകൾ മാറ്റുന്നതായിട്ട് കാണുന്നു. ഫറവോൻ മോശയും അഹ്റോനെയും കൂട്ടി വരുത്തിയിട്ട് അവരോട് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു. പുറപ്പാട് ദിവസം 8-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം: അപ്പോൾ ഫറവോൻ മോശയും അഹ്റോനെയും വിളിച്ചു, നിങ്ങൾ പോയി ദേശത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഫറവോൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കനാൻ ദേശത്തോ അല്ലെങ്കിൽ വേറെ ദേശത്തോ പോകാതെ ഈ ദേശത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ അത് ദൈവം നിരസിച്ചു, അല്ലെങ്കിൽ മോശ നിരസിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ അവിടെ വന്ന് ഭവിച്ച മറ്റൊരു ബാധ അവരുടെ കന്നുകാലികളുടെ മേലായിരുന്നു. പുറപ്പാട് ദിവസം 9-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം: യഹോവയുടെ കൈ കുതിര, കഴുത, ഒട്ടകം, കന്നുകാലി, ആട് എന്നിങ്ങനെ വയലിൽ നിനക്കുള്ള മൃഗങ്ങളിന്മേൽ വരും, അതികഠിനമായ വ്യാധി ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ കന്നുകാലികളുടെ മേൽ ബാധ വന്നപ്പോൾ അവിടെയുള്ള സകലവിധ കുതിരയും കഴുതയും ഒട്ടകവും അങ്ങനെ സകല കന്നുകാലികളുടെ മേലും വ്രണങ്ങളും അതുപോലെ വ്യാധികളും വന്ന് അവർ ചത്തൊടുങ്ങുവാനായിട്ട് തുടങ്ങിയതായിട്ട് നമ്മൾ കാണുന്നു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പശുവിൻ്റെ തലയുള്ള ഹാത്തോർ എന്ന് പറയുന്ന ഒരു ദേവനുണ്ട്. ഒരു കാളയുടെ മുഖമുള്ള ആപ്പിസ് എന്ന് പറയുന്ന ദേവനുണ്ട്. ഇവരെല്ലാം കന്നുകാലികളെ സംരക്ഷിച്ചു പോകുന്നവരായിരുന്നു, അല്ലെങ്കിൽ കന്നുകാലികളുടെ ദൈവങ്ങളായിരുന്നു. പക്ഷേ ഇവർക്കൊന്നും തന്നെ ഈ ബാധയിൽ നിന്ന് മിസ്രൈമ്യരെ രക്ഷിക്കുവാനായിട്ട് സാധിച്ചില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. പുറപ്പാട് ദിവസം 9-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം അടുത്തൊരു ബാധയെക്കുറിച്ച് പറയുന്നു. അത് മിസ്രൈം ദേശത്ത് എല്ലായിടും ധൂളിയായി പാറി മിസ്രൈം ദേശമൊക്കെ മനുഷ്യരുടെ മേലും മൃഗങ്ങളിന്മേലും പുണ്ണായി പോകുന്ന പരുവാകും എന്ന് കൽപ്പിച്ചു. അപ്പോൾ കന്നുകാലികളിലും അല്ലെങ്കിൽ മനുഷ്യരുടെ ദേഹത്തും വ്രണങ്ങളായിട്ട് അത് മാറി. അപ്പോൾ അവിടുത്തെ മന്ത്രവാദികൾക്കും അല്ലെങ്കിൽ ശകുനവാദികൾക്കും പുരോഹിതന്മാർക്കും അതുപോലെ വൈദ്യന്മാർക്കും ഒന്നും ഈ ബാധകളിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് സാധിച്ചില്ല. അവിടെ അനേകം ദൈവങ്ങൾ, പ്രത്യേകിച്ചും മരുന്നിനും മന്ത്രത്തിനും വേണ്ടിയുള്ള ദൈവങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഐസിസ്, ഷെക്മെറ്റ്, ഹിംഫോടെക് എന്ന് പറയുന്ന ഈ ദൈവന്മാരെല്ലാം തന്നെ മരുന്നിനും അല്ലെങ്കിൽ രോഗശാന്തിക്കും കൊടുക്കുന്ന ദൈവന്മാരായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ ഇവർക്കാർക്കും ഫറവോനെയോ അവൻ്റെ ജനത്തെയോ ഈ ബാധകളിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് സാധിച്ചില്ല. ആദ്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഫറവോൻ്റെ ഹൃദയത്തെ ദൈവം കഠിനപ്പെടുത്തിയെന്ന് എഴുതിയിരിക്കുന്നു. പുറപ്പാട് ദിവസം 9-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം: എന്നാൽ യഹോവ മോശയോട് അരുളി ചെയ്തിരുന്നത് പോലെ അവൻ ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കി, അവൻ അവരെ ശ്രദ്ധിച്ചുമില്ല. വീണ്ടും ബാധകൾ വന്നുകൊണ്ടിരുന്നു, എന്നിട്ടും ഫറവോൻ പാഠങ്ങൾ പഠിച്ചില്ല. വ്യാഴാഴ്ചത്തെ പാഠഭാഗം: ആലിപ്പഴവും വെട്ടിക്കിളിയും അന്ധകാരവും. മിസ്രൈമിൽ ബാധകൾ വന്നുകൊണ്ടിരുന്നു. ഫറവോൻ തൻ്റെ ഹൃദയം കഠിനപ്പെടുത്തിക്കൊണ്ടിരുന്നു. മിസ്രൈമിലെ ജനങ്ങളെല്ലാം ഈ ബാധകളാൽ ബാധിക്കപ്പെട്ടു. ഒരു സമയത്തേക്ക് ഈ ബാധകൾ നീണ്ടു പോവുകയാണെങ്കിൽ മിസ്രൈം ജനങ്ങളിൽ എല്ലാം തന്നെ മരിച്ചു പോകും, അല്ലെങ്കിൽ നശിച്ചു പോകുമായിരുന്നു. പല പ്രാവശ്യമായിട്ട് ദൈവം വാണിംഗ് കൊടുത്തോ പല അവസരങ്ങൾ കൊടുത്തുവെങ്കിലും ഫറവോൻ തൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ടിരുന്നു. പുറപ്പാട് ദിവസം 9-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം: മോശ തൻ്റെ വടി ആകാശത്തേക്ക് നീട്ടി, അപ്പോൾ യഹോവ ഇടിയും കൽമഴയും അയച്ചു, തീ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി, യഹോവ മിസ്രൈം ദേശത്തിൽ കൽമഴ പെയ്ച്ചു. അപ്പോൾ ആകാശത്തിൻ്റെ ദേവനായിരുന്നു നട്ട് എന്ന് പറയുന്ന ആകാശദേവൻ. ആകാശത്തെയും മേഘങ്ങളെയും അതുപോലെ സ്വർഗത്തെയും നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ദേവനാണ് നട്ട്. അതുപോലെ ഒസൈറിസ് എന്ന് പറയുന്ന ഒരു ദേവതയുണ്ടായിരുന്നു. അത് വൃക്ഷങ്ങളുടെയും അതുപോലെ തന്നെ കൃഷിയുടെയും ദേവനായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. എന്നാൽ ഇവിടെ ആലിപ്പഴം അല്ലെങ്കിൽ കൽമഴ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അത് കൃഷിയിടങ്ങളെല്ലാം നശിച്ചു. അനേകം നാശനഷ്ടങ്ങളുണ്ടായി. വളരെയധികം
ജനങ്ങൾ പരിഭ്രാന്തപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കൽമഴ തിരുവചനത്തിൽ ഒരു ദൈവത്തിൻ്റെ ന്യായവിധിയായിട്ട് കാണുന്നു. നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അന്ത്യ 7 ബാധകളിലെ ഒരു പ്രധാനപ്പെട്ട ബാധയാണ് കൽമഴ എന്നുള്ളത് നമുക്ക് വായിച്ച് കേൾക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഈ സമയത്ത് ഫറവോൻ്റെ ഭൃത്യന്മാരിൽ യഹോവയുടെ വചനത്തെ ഭയപ്പെട്ട ചിലരുണ്ടായിരുന്നു. അവർ എന്താ ചെയ്തതെന്ന് നമുക്ക് പരിശോധിക്കാം. പുറപ്പാട് പുസ്തകം 9-ാമത്തെ അധ്യായം 20-21. ഫറവോൻ്റെ ഭൃത്യന്മാരിൽ യഹോവയുടെ വചനത്തെ ഭയപ്പെട്ടവർ ദാസന്മാരെയും മൃഗങ്ങളെയും വീട്ടിൽ വരുത്തി രക്ഷിച്ചു. എന്നാൽ യഹോവയുടെ വചനത്തെ പ്രമാണിക്കാതിരുന്നവർ ദാസന്മാരെയും മൃഗങ്ങളെയും വയലിൽ തന്നെ വിട്ടേച്ചു. അവർക്കെല്ലാം നാശമുണ്ടായി എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അടുത്ത ബാധ ദൈവം വായിച്ചത് വെട്ടുക്കിളിയുടേതാണ്. പുറപ്പാട് പുസ്തകം 10-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. വെട്ടുക്കിളി മിസ്രൈം ദേശത്തൊക്കെയും വന്നു മിസ്രൈമിൻ്റെ അതിർത്തിക്കകത്തൊക്കെയും അനവധിയായി വീണു. അതുപോലെ വെട്ടുക്കിളി ഉണ്ടായിട്ടില്ല, ഇനി അതുപോലെ ഉണ്ടാകുകയുമില്ല. അത് ഭൂതലത്തൊക്കെയും മൂടി ദേശം അതിനാൽ ഇരുണ്ടുപോയി. കൽമഴയിൽ ശേഷിച്ചതായി നിലത്തിലെ സകല സസ്യവും വൃക്ഷങ്ങളും സകല ഫലവും അത് തിന്നുകളഞ്ഞു. അപ്പോൾ കാർഷിക വിള മുഴുവനായും ഭക്ഷ്യയോഗ്യമായിട്ടുള്ള എല്ലാ കാര്യവും എന്ത് ചെയ്തു? ഈ വെട്ടുക്കിളി നശിപ്പിച്ച് കളഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അതൊരു വലിയ സർവനാശമായിട്ട് വിതച്ചു. ഒരു പക്ഷേ അത് ഇനി നീണ്ടുപോവുകയാണെങ്കിൽ മിസ്രൈം മുഴുവനും പട്ടിണി കിടന്ന് മരിക്കുമായിരുന്നു. ആ വിധത്തിൽ ആ ബാധ അടയാളപ്പെടുത്തി. അതുപോലെ തന്നെ വീണ്ടും ഫറവോൻ തൻ്റെ ഹൃദയം കഠിനപ്പെടുത്തിക്കൊണ്ട് അവസാന ബാധ അല്ലെങ്കിൽ ബാധകളുടെ കാഠിന്യം ദൈവം കൂട്ടുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. ഈജിപ്തിലെ പ്രധാനപ്പെട്ട ഒരു സൂര്യദേവനായിരുന്നു റാ എന്ന് പറയുന്നത്. 3 ദിവസം ദൈവം അന്ധകാരം അവിടെ ഉണ്ടായി. അന്ധകാരമുണ്ടാക്കിയപ്പോൾ നമുക്കറിയാം ഇരുട്ടാണെങ്കിൽ അല്ലെങ്കിൽ വെളിച്ചമില്ലെങ്കിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ നമ്മൾ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ കാലാവസ്ഥ തന്നെ മാറും, അതുപോലെ സസ്യങ്ങളെല്ലാം കരിഞ്ഞു പോവും. അങ്ങനെ അനേകം പ്രയാസങ്ങൾ അവിടെ ഉണ്ടാകും. 3 ദിവസം അവർ അന്ധകാരത്തിലായിരുന്നു. ഈ സമയമൊക്കെയും ഇസ്രായേൽ ജനങ്ങൾ ഗോശേനയിൽ അവർക്ക് വെളിച്ചമുണ്ടായിരുന്നു, ദൈവം അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഫറവോനോട് ദൈവം ആവർത്തിച്ച് മോശ മുഖാന്തരം യാചിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഫറവോൻ തൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതിനാൽ തന്നെ അവന് സർവനാശത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. നമുക്ക് തുടർന്ന് പഠിക്കാം. വെള്ളിയാഴ്ചത്തെ പാഠഭാഗം കൂടുതൽ പഠനം. എലൻ ജി വൈറ്റ് ഗോത്രപിതാക്കന്മാരും പ്രവാചകന്മാരും എന്ന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും മിസ്രൈമ്യരുടെ ആരാധന മൂർത്തികളായിരുന്നു. ഈ നിഗൂഢമായ അന്ധകാരത്തിൽ അടിമകളുടെ കാര്യം ഏറ്റെടുത്ത ശക്തിയാൽ മിസ്രൈമിലെ ജനങ്ങളും അവരുടെ ദേവന്മാരും ഒരുപോലെ തകർന്നുപോയി. അത് എത്ര ഭയാനകരമായിരുന്നാലും ഈ ന്യായവിധി ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെയും നശിപ്പിക്കാനുള്ള അവിടുത്തെ മനസ്സിലായ്മയുടെയും തെളിവാണ്. അവസാനത്തേതും ഏറ്റവും ഭയാനകവുമായ ബാധകൾ അവരുടെ മേൽ വരുത്തുന്നതിന് മുമ്പ് ജനങ്ങൾക്ക് ചിന്തിക്കുവാനും മാനസാന്തരപ്പെടുവാനും ദൈവം സമയം നൽകി. നമ്മൾ ബാധകളെക്കുറിച്ച് പഠിച്ചപ്പോൾ ഓരോ ബാധയും ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഓരോ സമയവും ദൈവം അവർക്ക് ചിന്തിക്കുവാനും മാനസാന്തരപ്പെടുവാനുമുള്ള സമയം അധികം നൽകി. പ്രത്യേകിച്ച് ഫറവോനോട് ഓരോ പ്രാവശ്യം വന്ന് തൻ്റെ ജനങ്ങളെ വിട്ടയക്കുവാനായിട്ട് മോശ മുഖാന്തരം ദൈവം ആഹ്വാനിച്ചപ്പോഴും ഓരോ സമയവും അവന് നല്ലതിലേക്ക് തിരഞ്ഞെടുത്തുകൊണ്ട് മാനസാന്തരത്തിലേക്ക് വരുവാനുള്ള അവസരം നൽകി. ഇത് ഫറവോന് മാത്രമല്ല, മിസ്രൈമിൻ ജനങ്ങൾക്കുമാണ്. മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും ഇത് പ്രാവർത്തികമാണ്. ദൈവം ഓരോ സമയവും നമുക്ക് സന്ദർഭങ്ങൾ തരുമ്പോൾ നമ്മൾ അത് തക്കത്തിന് വിനിയോഗിച്ചില്ലെങ്കിൽ നമ്മൾ സർവനാശത്തിലേക്ക് പോകും എന്നത് സത്യമാണ്. വിഗ്രഹാരാധികളായിരുന്ന മിസ്രൈം ജനത്തിനെ സംബന്ധിച്ചോ ഈ ബാധകളെല്ലാം തന്നെ സ്വർഗത്തിലെ ദൈവത്തിനെ ഉൾക്കൊള്ളുവാനുള്ള ഉൾക്കാഴ്ചകളായിരുന്നു. പ്രത്യേകിച്ച് അവർ വിശ്വസിച്ചുകൊണ്ടിരുന്ന, അവർ ആരാധിച്ചുകൊണ്ടിരുന്ന പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് പഠിക്കുവാനായിട്ടുള്ള ഒരു നല്ല അവസരമായിരുന്നു ഈ ബാധകളുടേത്. ദൈവം സമയം വേണ്ടുവോളം നൽകി. എന്നാൽ ചിലർ മാനസാന്തരപ്പെട്ടു, ചിലർ മാനസാന്തരപ്പെട്ടില്ല. ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ മേലുണ്ടായി. ദൈവത്തിൻ്റെ ജനത്തിനും ഇനിയൊരു ന്യായവിധി അവശേഷിക്കുന്നു. ഈ ലോകത്തിൻ്റെ ഒരു ന്യായവിധി അവശേഷിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആ കാരുണ്യ സമയത്ത് നമ്മൾ തക്കത്തിന് സമയം വിനിയോഗിച്ചില്ലെങ്കിൽ ബാധകൾ നമ്മുടെ മേലിലുണ്ടാകും. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഞങ്ങൾ ഏറ്റവും അതിവാത്സ്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഞങ്ങളിന്ന് ബാധകളെക്കുറിച്ചാണ് പഠിച്ചത്. പ്രത്യേകിച്ച് മിസ്രൈമിലുണ്ടായ ഓരോ ബാധയും വളരെ കഠിനമായിട്ടുള്ള ബാധകളായിരുന്നു. എന്നിരുന്നാൽ കൂടി ദൈവത്തോട് മറുതലിക്കുവാനായിട്ട് ഫറവോനും തൻ്റെ കൂട്ടാളികളും നിന്നു. അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് ഞങ്ങൾ വായിച്ചറിയുന്നു കർത്താവേ.
കർത്താവ്, ഈ അന്ത്യനാളുകളിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഈ അന്ത്യബാധകളിൽ ഏൽക്കാതിരിക്കുവാൻ വേണ്ടി അങ്ങയുടെ ശക്തി ആവശ്യമാണ്. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ആവശ്യമാണ്. അങ്ങയുടെ സ്നേഹത്തിൽ വസിച്ചുകൊണ്ട് അങ്ങയുടെ അന്ത്യവരവെങ്കിൽ ഞങ്ങൾ പ്രത്യാശയോടുകൂടി ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കുമാറാണമെന്ന് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ പിതാവേ, ആമേൻ.